മണിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ഉടനടി നഷ്ടപരിഹാരമായി നൽകുമെന്ന് നിലമ്പൂർ സൗത്ത് DFO ധനിത് ലാൽ അറിയിക്കുന്നുണ്ട്. ഉൾവലത്തിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. ആശുപത്രിയിൽ എത്തുന്നതിന്റെ 1 കിലോമീറ്റർ മുൻപ് വരെ മണി സംസാരിച്ചിരുന്നുവെന്നും DFO. ഇന്നലെ വൈകിട്ട് ഒരു 5:30 കൂടിയാണ് ഇവരും മണിയും വേറെ ഒരാളും കുറച്ച് കുട്ടികളടക്കം കേരളയിൽ വന്നവർ തിരിച്ചു പോയി ഒരു പൂച്ചപ്പാറയിൽ കോളനിയിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ്. അപ്പോൾ അവർ വെറ്റിലക്കൊല്ലിയിൽ ഇറക്കിയിട്ട് ജീപ്പ് തിരിച്ചു പോന്നു. ഇവർ നടന്ന് അവരുടെ കോളനിയിലേക്ക് പോകാൻ നടന്ന് ഇറക്കി വിട്ട സ്ഥലത്ത് ഏകദേശം ഒരു 30 മിനിറ്റോളം നടന്നിട്ടുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ ആനയുടെ ആക്രമണത്തിന് ഇവർ ഇരയാവുന്നതെന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഇരയാവുന്നതിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടിയും തെറിച്ചു വീണ് കുട്ടികളോട് ബാക്കി കൂടെയുള്ളവർ ഇത് ചെയ്തു. ബാക്കിയുള്ളവർ ഓടി. അങ്ങനെ വന്ന ഒരു ഇൻഫർമേഷൻ, ഫോണിലേക്ക് വന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ പോയി ആളിനെ എടുത്ത് നെടുങ്കയത്ത് വരെ നമ്മൾ ആംബുലൻസ് വന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ജീപ്പ്, ഒരു പ്രൈവറ്റ് ജീപ്പ് ഉണ്ടായിരുന്നു. അവരെ നെടുങ്കയം വരെ കൊണ്ടുവന്നു. നെടുങ്കയം വരെ വന്നപ്പോൾ ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ചെറിയ വേദനകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. നെടുങ്കയത്ത് നിന്ന് നമ്മൾ ആംബുലൻസ് കയറ്റി ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ വെച്ച് നമ്മുടെ ചന്തക്കുന്ന് എത്തിയപ്പോൾ ഒരു സൗണ്ട് വന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കാം ഒരു പക്ഷേ ആ സമയത്ത് ഉണ്ടായത്.